നമസ്കാരം. തലശ്ശേരിയിൽ CPIM സ്ഥാനാർത്ഥിയായി കാരായി രാജനെ പ്രഖ്യാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. ഫസൽ വധക്കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ CPIM ക്രിമിനൽ രാഷ്ട്രീയത്തെ വെള്ളപൂശുകയാണെന്നാണ് രാഹുൽ ആരോപിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അറിഞ്ഞില്ലേ, തലശ്ശേരിയിലെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, കാരായി രാജൻ എന്ന് തുടങ്ങുന്ന കുറിപ്പിലൂടെ CPIMന്റെ കൊലപാതക രാഷ്ട്രീയത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നാക്രമിക്കുകയായിരുന്നു. ഒരു പെരുന്നാൾ തലേന്ന് കൊല ചെയ്യപ്പെട്ട ഫസലിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലപ്പറമ്പിലിട്ട് വർഗീയ കലാപത്തിന് ശ്രമിച്ച ക്രൂരത മറന്നു എന്നാണ് രാഹുലിന്റെ ചോദ്യം. അച്ഛനെ കൊന്നവനെ മറ്റൊരു പെരുന്നാൾ കാലത്ത് ജനപ്രതിനിധിയാക്കാൻ ഇറക്കുമ്പോൾ ആ പിഞ്ചു ബാലികയുടെ കണ്ണുനീരിന് ആര് മറുപടി നൽകുമെന്ന് രാഹുൽ ചോദിക്കുന്നു. കോടതി വിലക്കുള്ള ഒരാളെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാരും മാധ്യമ ജഡ്ജിമാരും എന്തുകൊണ്ട് മിണ്ടുന്നില്ല? കാരായി രാജൻ CPIM ആയതുകൊണ്ട് ലഭിക്കുന്ന പ്രത്യേക കമ്മി ഇമ്മ്യൂണിറ്റി ആണോ ഇതിന് കാരണമെന്നും രാഹുൽ പരിഹസിക്കുന്നു. രാഹുലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: അറിഞ്ഞില്ലേ, തലശ്ശേരിയിലെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, കാരായി രാജൻ. ആരാണ് കാരായി രാജൻ? ഓർമ്മയില്ലേ ഒരു ഫസലിനെ? പത്രവിതരണവുമായി നടന്ന 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഒരു പെരുന്നാൾ തലേന്ന് ഒരു സംഘം കൊലയാളികൾ വളഞ്ഞിട്ട് വെട്ടിയും കുത്തിയും കൊന്നത് മറന്നു. കൊന്ന ശേഷം ഫസലിന്റെ ചോര പുരണ്ട വസ്ത്രം ഒരു അമ്പലത്തിന്റെ പരിസരത്ത് കൊണ്ടുവന്നിട്ട് ഒരു നാടിനെ വർഗീയ ലഹളയ്ക്ക് എറിഞ്ഞു കൊടുക്കുവാൻ ശ്രമിച്ച ആ ക്രൂരത മറന്നു. CPM കൊന്നിട്ട് ആ കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന് പറഞ്ഞ് അതിന് വർഗീയ നിറം ചാർത്താൻ നടത്തിയ CPM നടത്തിയ ശ്രമം മറന്നു. ആ അരും കൊല ആസൂത്രണം ചെയ്ത കൊലയാളിയാണ് കാരായി രാജൻ. ഒരിക്കൽ ഒരു കലാപം ഉണ്ടായതിന്റെ മുറിപ്പാടും ഭീതിയുമായി കഴിയുന്ന തലശ്ശേരിയിലാണ് മറ്റൊരു കലാപത്തിന് വെടിമരുന്നിട്ട ഒരാളെ CPM ജനങ്ങൾക്ക് മുകളിൽ സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഒരു പെരുന്നാൾ കാലത്ത് തന്റെ അച്ഛനെ കൊന്നവനെ മറ്റൊരു പെരുന്നാൾ കാലത്ത് മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ അന്നത്തെ 2.5 വയസ്സുകാരി ഫിദയോട് എന്ത് മറുപടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്ന് ഒരിക്കൽ കോടതി വിധിച്ച ഒരു കൊലയാളിയെ കണ്ണൂർ ജില്ലയിൽ തന്നെ മത്സരിപ്പിച്ച് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളം മുഴുവൻ മെയ് 9 വേണ്ടിയുള്ള കാത്തിരിപ്പിലാകുമ്പോൾ തലശ്ശേരിയിലെ സ്ഥാനാർത്ഥി മെയ് 4 കാത്തിരിക്കുന്നത്. കാരണം അന്നാണ് ഫസൽ വധക്കേസിലെ ഉപരിവാദം. കാരായി രാജനെ പോലെ ഒരു കൊലയാളി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇടത് സാംസ്കാരിക നായകർ മിണ്ടിയോ? ഇടത് ചിന്തകർ വിലപിച്ചോ? കോട്ടിട്ട ചില ഇടത് മാധ്യമ ജഡ്ജികൾ ആർത്തലച്ചു. ധാർമ്മികതയെപ്പറ്റി കവിതകൾ വന്നു. മനുഷ്യത്വത്തെ പറ്റിയുള്ള കഥാപ്രസംഗങ്ങൾ വന്നു. ഇല്ല, ചോദ്യങ്ങളില്ല, ആക്രോശങ്ങളില്ല, പൊതുവിചാരണയില്ല. ഓ, മറന്നു, കൊലയാളിയാണെങ്കിലും കാരായി രാജൻ CPM ആണല്ലോ. അപ്പോൾ ആ കമ്മി ഇമ്മ്യൂണിറ്റി ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതു സംബന്ധിച്ച് വാക്പോരുകൾ മുറുകുകയാണ്. കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടിയുമായി ഇടത് സൈബർ പ്രൊഫൈലുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കമ്മി ഇമ്മ്യൂണിറ്റി എന്ന് പരിഹസിച്ച രാഹുലിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സഖാവ് ഉൾപ്പെടെയുള്ള പേജുകൾ തിരിച്ചടിക്കുന്നത്. ഫസൽ വധക്കേസിൽ CPMനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം ഭൂതകാലം മറക്കരുത് എന്ന താക്കീതാണ് ഇടത് പ്രൊഫൈലുകൾ നൽകുന്നത്. RSS പ്രവർത്തകൻ സുബീഷിന്റെ വെളിപ്പെടുത്തലുകൾ നിലനിൽക്കെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇവർ വാദിക്കുന്നു. എന്നാൽ ആരോപണങ്ങൾ അവിടെയും തീരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ധാർമ്മികതയുടെ പൊള്ളത്തരമാണ് മറുപടി പോസ്റ്റിലെ പ്രധാന വിഷയം. കുഞ്ഞാറ്റ, അനുമോൾ എന്നീ പേരുകൾ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നേരിടുന്ന പീഡന കേസുകളും ഭ്രൂണഹത്യ ആരോപണങ്ങളും പോസ്റ്റിൽ അക്കമിട്ട് നിരത്തുന്നു. എത്രയെത്ര പെൺകുട്ടികളെയാണ് തങ്ങൾ മാനസിക തകർച്ചയിലേക്ക് തള്ളിവിട്ടതെന്ന ചോദ്യം പോസ്റ്റിലൂടെ ആവർത്തിക്കുന്നു. കൊലപാതക രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് സ്വന്തം കൈകളിലെ ചോരക്കറ കഴുകിക്കളയാൻ രാഹുൽ തയ്യാറാകണമെന്നാണ് സഖാക്കൾ ആവശ്യപ്പെടുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെ: മിസ്റ്റർ മാങ്കൂട്ടം, താങ്കളുടെ വളരെ വൈകാരികമായ ഒരു പോസ്റ്റ് കണ്ടു. തലശ്ശേരി ഫസൽ വധക്കേസ് പ്രതിയാണ് കാരായി രാജനെന്നും അദ്ദേഹം അന്ന് 2.5 വയസ്സുണ്ടായിരുന്ന ഫിദമോളോട് എന്ത് പറയുമെന്നൊക്കെ ചോദിച്ച് ഫസൽ വധക്കേസ് CPMന്റെ തലയിൽ കെട്ടിവെക്കാൻ അന്നു മുതൽ തന്നെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അത് നടത്തിയതാണെന്ന് മുൻപ് RSS കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്ന സുബീഷ് വെളിപ്പെടുത്തിയിരുന്നു. ഫസലിന്റെ സഹോദരനും ഇത് തന്നെ പറഞ്ഞു. അതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ചെവികൊണ്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പരാജയപ്പെട്ട കേസ് ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്.
അത് നടക്കട്ടെ, ഒരു നാൾ സത്യം പുറത്തു വരും. പിന്നെ നീ ഭ്രൂണാവസ്ഥയിലുള്ള എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നു കളഞ്ഞിട്ടുള്ളത്? കുഞ്ഞാറ്റ എന്നും അനുമോൾ എന്നുമൊക്കെ നീ തന്നെ പേരിട്ട് വിളിച്ച ആ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലായിരുന്നു. പ്രായപൂർത്തിയായിട്ട് പോലും ആവാത്ത എത്ര പെൺകുട്ടികളെയാണ് നീ മെന്റൽ ട്രോമയിൽ ആക്കിയിട്ടുള്ളത്? നീ കൂടുതൽ വിശുദ്ധനാവല്ലേ ആയാൽ എന്നാണ് ആ പോസ്റ്റ്. രാഷ്ട്രീയമായ ഒരു തർക്കം വ്യക്തിപരമായ ചെളിവാരി എറിയലിലേക്ക് വഴിമാറുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. കാരായി രാജനെതിരെയുള്ള രാഹുലിന്റെ പോസ്റ്റും അതിന് വന്ന ഈ രൂക്ഷമായ മറുപടിയും വരും ദിവസങ്ങളിലൊക്കെ തന്നെ കളം നിറയുമെന്നതും ഉറപ്പാണ്. അധികാരത്തിന്റെ തണലിൽ ആരെല്ലാം നിശബ്ദരായാലും ഫസലിന്റെ ചോര പുരണ്ട തെരുവുകൾ ഇന്നും നീതിക്ക് നിലവിളിക്കുന്നുണ്ട്. ആ 2.5 വയസ്സുകാരി ഫിദമോളുടെ കണ്ണുനീരിന് മുന്നിൽ നിങ്ങളുടെ പദവികളും ഇമ്മ്യൂണിറ്റികൾക്കും എന്ത് വിലയാണുള്ളത്? ഒരു കൊലയാളിയെ ജനപ്രതിനിധിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരന്റെ സാമാന്യ ബോധത്തെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എറിഞ്ഞ ഈ ചോദ്യങ്ങൾ വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, അത് അധികാരത്തിന്റെ അഹങ്കാരത്തിന് നേരെ ഉയർത്തിയ വിരലാണ്. കൊലക്കത്തിയേക്കാൾ മൂർച്ചയുള്ളത് സത്യത്തിനാണെന്ന് കാലം തെളിയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടുമ്പോൾ വ്യക്തിഹത്യമായി ഇറങ്ങുന്ന അടിമക്കൂട്ടങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കനക്കുന്നുണ്ട്. വസ്തുതാപരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ വരുമ്പോൾ വിഷയം മാറ്റാനും കലക്കി എന്ന് പറഞ്ഞ് ആശ്വസിക്കുവാനും ശ്രമിക്കുന്ന അന്തം കമ്മികളെ പരിഹസിച്ചുകൊണ്ടാണ് സൈബർ പോരാട്ടം. ഒരു വശത്ത് കാരായി രാജനെ പോലെയുള്ള കൊലക്കേസ് പ്രതികളെ വെള്ളപൂശുന്നു, മറുവശത്ത് ഗണേഷ് കുമാറിനെ പോലെയുള്ളവരെ സൂപ്പർ ഹീറോകളായി വാഴ്ത്തുന്നു. കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ ആരോപണങ്ങളും നേരിടുന്നവരെ അന്തസ്സുള്ള നേതാക്കളായി കാണുന്ന ഈ ഇരട്ടത്താപ്പിനെയാണ് രാഹുൽ അനുകൂലികൾ ചോദ്യം ചെയ്യുന്നത്. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ അമ്മയെയും പെങ്ങളെയും ചേർത്ത് വിളിക്കുന്ന അശ്ലീല മുദ്രാവാക്യങ്ങൾ CPIM-ന്റെ സംസ്കാരമായി മാറിയിരിക്കുന്നു. അച്ഛനില്ലാ നേരത്തെ എന്ന് തുടങ്ങുന്ന തെറിവിളികൾ മുഴങ്ങുന്ന അണികളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്ത് മാന്യതയാണ് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് കമന്റുകൾ ചോദിക്കുന്നത്. ഫസൽ വധക്കേസിലെ കൃത്യമായ ഗൂഢാലോചനയെ പറ്റി രാഹുൽ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാതെ രാഹുലിന്റെ സ്വഭാവ ഹത്യ നടത്തുവാനാണ് സൈബർ സഖാക്കൾ ശ്രമിക്കുന്നത്. ചോദ്യം ചെയ്യുന്നവന്റെ വാ മൂടിക്കെട്ടാൻ തെറിവിളിയും വ്യക്തിഹത്യയും ആയുധമാക്കുന്ന രീതിയാണ് ഇവിടെ പ്രകടമാകുന്നത്. ചോദ്യങ്ങൾ രാഷ്ട്രീയമാണ്, അത് ഫസലിന്റെ രക്തത്തിന് വേണ്ടിയുള്ളതാണ്. അതിന് മറുപടി വ്യക്തിഹത്യയല്ല, മറിച്ച് നീതിയാണ്. രാഷ്ട്രീയ അടിമത്തം കൊണ്ട് കണ്ണു കാണാത്തവർക്ക് നേരെ രാഹുൽ ഉയർത്തുന്ന ഓരോ വിരലും ഇനി കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. അന്ധമായ പാർട്ടി ഭക്തിയിൽ നീതിബോധം മറന്നു പോകുന്നവർക്കെതിരെ ശക്തമായ ഭാഷയിലാണ് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത്. രാഹുലിന്റെ പോസ്റ്റും അതിന് താഴെ വരുന്ന ഇത്തരം രൂക്ഷമായ കമന്റുകളും ഒക്കെ അതുതന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്.